നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഉപ്പുതറ 9 ഏക്കറിൽ ആത്മഹത്യ ചെയ്ത 4 അംഗ കുടുംബത്തിന്റെ സംസ്കാരം നടന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത് ഉച്ചയ്ക്ക് ശേഷം. മരിച്ച രേഷ്മ ഗർഭിണിയായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. കട്ടപ്പനയിൽ റൂറൽ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരായി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അടിമാലിയിൽ വ്യാപാരിയെ വീട്ടിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി. ബാങ്ക് അധികൃതർ എത്തി കടയ്ക്ക് പൂട്ടിട്ടതോടെ പ്രതിസന്ധിയിലായത് അടിമാലിയിൽ പഴം വ്യാപാരം നടത്തുന്ന ആലുവ സ്വദേശി അക്ബർ. ഇടുക്കി തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരം മെട്ട തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തം. ഇനി നിർമ്മിക്കാനുള്ളത് തമിഴ്നാട് വനമേഖലയിലെ 3.5 കിലോമീറ്റർ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകി. വിശദമായ വാർത്തകളിലേക്ക്. ഉപ്പുതറ 9 ഏക്കറിൽ ആത്മഹത്യ ചെയ്ത 4 അംഗ കുടുംബത്തിന്റെ സംസ്കാരം നടന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് വീട്ടിലെത്തിച്ചത്. മരിച്ച രേഷ്മ ഗർഭിണിയായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഉപ്പുതറ 9 ഏക്കർ സ്വദേശി സജീവ് മോഹനൻ, ഭാര്യ രേഷ്മ, മക്കളായ ദേവൻ, ദിയ എന്നിവരാണ് കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഇടുക്കി മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വൈകിട്ടോടെയാണ് മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. മൃതദേഹങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കാൻ നാടാകെ ഒഴുകിയെത്തി. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ദിയയുടെയും പിന്നീട് ദേവന്റെയും മൃതദേഹമാണ് വീട്ടിലെത്തിച്ചത്. കുരുന്നുകളുടെ ചലനമറ്റ ശരീരങ്ങൾ കണ്ട് പലരും നിയന്ത്രണം വിട്ട പൊട്ടിക്കരഞ്ഞു. അതിവൈകാരിക രംഗങ്ങൾക്കാണ് വീട് സാക്ഷ്യം വഹിച്ചത്. വാഴൂർ സോമൻ MLA, ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ, ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി, CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ്, നേതാക്കളായ PS രാജൻ, സജി ടൈറ്റസ്, കോൺഗ്രസ് നേതാക്കളായ ഷാൽ VT, VK കുഞ്ഞുമോൻ, BJP നേതാക്കളായ സന്തോഷ് കൃഷ്ണൻ, ജെയിംസ് ജോസഫ് തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. വീടിന് മുന്നിൽ 4 പേർക്കും അടുത്തടുത്തായാണ് ചിതയൊരുക്കിയത്. മരിച്ച രേഷ്മ ഗർഭിണിയായിരുന്നതായാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം. ഓട്ടോ ഡ്രൈവറായിരുന്ന ഉപ്പുതറ സ്വദേശി സജീവും കുടുംബവും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU കട്ടപ്പനയിലെ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് വ്യാഴാഴ്ചയാണ് സജീവും കുടുംബവും ആത്മഹത്യ ചെയ്തത്. വ്യാഴാഴ്ചയാണ് ഉപ്പുതറ സ്വദേശി സജീവും ഭാര്യ രേഷ്മയും 5ഉം 4ഉം വയസ്സുള്ള 2 മക്കളും ആത്മഹത്യ ചെയ്തത്. കട്ടപ്പന ITI ജംഗ്ഷന് സമീപം സംഗീത ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് സജീവ് ഫൈനാൻസ് ഇട്ടിരുന്നു. 2 മാസത്തെ അടവ് മുടങ്ങിയതോടെ നിരന്തരമായി ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയിരുന്നതായാണ് ആരോപണം. ഇതിൽ മനം നൊന്താണ് ആത്മഹത്യ ചെയ്തതെന്ന് സജീവ് ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു. ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയത്. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി MC ബിജു സമരം ഉദ്ഘാടനം ചെയ്തു. പല ഫിനാൻസുകാരുണ്ട്. ഞങ്ങള് ഒരു ഫിനാൻസിന്റെ ഭാഗമായി വരുമ്പോൾ എല്ലാവരെയും പിടിക്കുക എന്നല്ല, വലിയ രൂപത്തിൽ പണം പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ ഉള്ള ഫിനാൻസുകാരെ കണ്ടെത്തുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയുന്ന, ഇപ്പൊ പണമാർക്കും ഏതെങ്കിലും രൂപത്തിൽ പണം കടമെടുക്കാതെ വണ്ടി ഫിനാൻസ് എടുക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. എന്തിനായാലും ഏതിനായാലും ഒരു ന്യായവും നീതിയുമുണ്ട്. ആ രൂപത്തിലുള്ള നീതിയാണ് ഇവിടെ നടപ്പാക്കേണ്ടത്. കുടുംബത്തിലെ 4 പേര് പോവുക എന്ന് പറഞ്ഞാൽ, മരണപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പം ലോണൊക്കെ എടുത്ത്
അതിന്റെ ഭാഗമായി അടയ്ക്കാൻ നിർവാഹമില്ലാതെ നിരവധിയായിട്ടുള്ള ആളുകൾ കിടപ്പുണ്ട്. ഏരിയ സെക്രട്ടറി ടി.എം. സുരേഷ്, പ്രസിഡന്റ് ഫൈസൽ ജാഫർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുരളി, പി.എം. മാത്യു, ഇ.സി. അജോ എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പനയിൽ റൂറൽ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരായി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്ന് ആരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 20-നാണ് നിക്ഷേപത്തുക തിരികെ കിട്ടാത്തതിനെ തുടർന്ന് കട്ടപ്പനയിലെ വ്യാപാരിയായിരുന്ന സാബു തോമസ് റൂറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്തത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ടപ്പോൾ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും അപമാനിച്ചതായി സാബു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിരുന്നു. ഇതേ തുടർന്ന് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ ജോലിയിൽ തിരിച്ചെടുത്തു. ആരോപണ വിധേയനായ CPM നേതാവിനെ ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ആരോപിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു. സജി പറയുന്നുണ്ട്, തനിക്ക് ഞങ്ങളെ കുറിച്ച് അറിയത്തില്ല, എന്നിട്ട് തനിക്ക് പതിയെ മനസ്സിലായിക്കോളും, തന്നെ വെച്ചു വഴിക്കുകയല്ല. ഇങ്ങനെയുള്ള ഓഡിയോകൾ അതിനകത്ത് ഞങ്ങളെ വിളിക്കുന്നതിനകത്ത് വരെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരെല്ലാം കൂടെ പാർട്ടി ഓഫീസിലേക്ക് വരുന്നു. ഈ 3 പ്രതികളും കൂടെ പാർട്ടി ഓഫീസിലേക്ക് വന്ന് അടുത്ത തീരുമാനം, അടുത്ത വീതം സാബുവിനോട് പറയുന്നു. അതായത് ഞങ്ങള് വലിയൊരു വിഡ്രോവൽ ഈയിടെ നടന്നെന്ന് പറയുന്നുണ്ട്. എന്ത് വിഡ്രോവൽ നടന്നു? ഈ വിഡ്രോവലിന് കൊടുക്കാൻ അവർക്ക് കാശുണ്ടല്ലോ, ഞങ്ങളുടെ പൈസ തരാൻ അവർക്ക് പൈസ ഇല്ല. ഈ 19-ാം തീയതി ക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച ഒരു കൊല്ലുവാണ് ചെയ്തത്. കാരണം അത്രയും ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ ഉണ്ട്. അതായത് 19-ാം തീയതി രാവിലെ റെജിയെ വിളിക്കുന്നു. റെജി പറയുന്നു, പൈസയ്ക്ക് ഇങ്ങോട്ട് പോരണ്ട, ഞങ്ങളെ ശല്യപ്പെടുത്താൻ. അവരെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഞങ്ങളിട്ട ഡെപ്പോസിറ്റാണ്, ഞങ്ങളിട്ട പൈസ ഞങ്ങൾക്ക് കിട്ടണ്ടേ, നീതിപൂർവ്വം കിട്ടണം. കേസുമായി ബന്ധപ്പെട്ട പുതിയ തെളിവുകൾ മേരിക്കുട്ടി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരാക്കി. നീതി ലഭിക്കും വരെ കേസുമായി മുന്നോട്ടു പോകുമെന്ന് സാബുവിന്റെ കുടുംബം അറിയിച്ചു. അടിമാലിയിൽ വ്യാപാരിയെ വെട്ടിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി. അടിമാലിയിൽ പഴം വ്യാപാരം നടത്തുന്ന ആലുവ സ്വദേശി അക്ബറാണ് ബാങ്ക് അധികൃതർ എത്തി കടയ്ക്ക് പൂട്ടിട്ടതോടെ പ്രതിസന്ധിയിലായിട്ടുള്ളത്. അടിമാലി ടൗണിൽ സർക്കാർ ഹൈസ്കൂൾ പരിസരത്ത് അക്ബർ ബനാന മർച്ചന്റ് എന്ന വാഴക്കുലകളുടെ മൊത്ത വ്യാപാര സ്ഥാപനത്തിലാണ് കേരള ബാങ്ക് ജപ്തി നടപടികളുമായി എത്തിയത്. ജപ്തി നടപടികൾ പിന്നീട് വലിയ പ്രതിഷേധത്തിനും നാടകീയ രംഗങ്ങൾക്കും വഴിതെളിച്ചു. മാർക്കറ്റിംഗ് സൊസൈറ്റിയിൽ നിന്ന് സ്ഥലം വാടകയ്ക്കെടുത്ത സ്ഥാപനം നിർമ്മിച്ചായിരുന്നു അക്ബർ വ്യാപാരം നടത്തി വന്നിരുന്നത്. അക്ബറിന് ബാങ്കുകളുമായി ഇടപാടില്ലെങ്കിലും മാർക്കറ്റിംഗ് സൊസൈറ്റിക്കുള്ള കുടിശ്ശിക ഈടാക്കുന്നതിനു വേണ്ടിയാണ് ബാങ്ക് ജപ്തി നടപടികളിലേക്ക് കടന്നതെന്നാണ് വിവരം. പോലീസ് സംരക്ഷണത്തിൽ ബാങ്ക് അധികൃതർ ജപ്തി നടപടികൾക്കെത്തിയ സമയം കടയ്ക്കുള്ളിൽ വിഷു വിപണി മുമ്പിൽ കണ്ടെത്തിച്ച വലിയ തുകയുടെ വാഴക്കുലകളും പഴക്കുലകളും സൂക്ഷിച്ചിരുന്നു. ജപ്തിയുമായി ബന്ധപ്പെട്ട് മുന്നറിയിപ്പൊന്നും ലഭിച്ചിരുന്നില്ലെന്നും കടയ്ക്കുള്ളിലെ സ്റ്റോക്ക് പോലും നീക്കാൻ അവസരം നൽകാതെയാണ് ബാങ്ക് അധികൃതർ സ്ഥാപനം പൂട്ടിയതെന്നുമുള്ള ആക്ഷേപം സ്ഥാപന ഉടമ മുന്നോട്ട് വയ്ക്കുന്നു. ജപ്തി നടപടികൾക്കായി ബാങ്ക് അധികൃതർ എത്തിയതോടെ പ്രതിഷേധവുമായി വ്യാപാരി സംഘടനാ ഭാരവാഹികളും സ്ഥാപനത്തിലെത്തി. ഇതിനിടെ സ്ഥാപന ഉടമ അക്ബർ കുഴഞ്ഞു വീണു. പോലീസ് അക്ബറിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ജപ്തി ചെയ്ത സ്ഥാപനത്തിനുള്ളിൽ ഇരിക്കുന്ന വാഴക്കുലകൾ പഴുത്ത് ചീഞ്ഞ് നശിച്ചാൽ തനിക്ക് വലിയ തുകയുടെ നഷ്ടം സംഭവിക്കുമെന്ന് അക്ബർ പറയുന്നു. ഇടുക്കിയെ തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരംമെട്ട് തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. തമിഴ്നാട് വനമേഖലയിലെ 3.5 കിലോമീറ്റർ റോഡാണ് ഇനി നിർമ്മിക്കാനുള്ളത്. റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകി. ഇടുക്കിയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ തമിഴ്നാട്ടിലേക്കുള്ള ചുരം പാതയാണ് തേവാരംമെട്ട് തേവാരം പാത. ഹൈറേഞ്ചിൽ ഏലം വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ആരംഭിച്ച കാലം മുതൽ സജീവമായിരുന്ന പാത പിന്നീട് തമിഴ്നാട് വനംവകുപ്പ് അടയ്ക്കുകയായിരുന്നു. തുടർന്ന് 1981 റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയിരുന്നു. പിന്നീട് പലതവണ റോഡ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും നടന്നില്ല. പലതവണ സാധ്യതാ പഠനം നടത്തുന്നതിനായും പണം അനുവദിച്ചു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വനംവകുപ്പ് റോഡ് തുറക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും യാഥാർത്ഥ്യമായില്ല. റോഡിന്റെ പുനർനിർമ്മാണം പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയതോടെയാണ് ഇരു സംസ്ഥാനങ്ങളിലെയും ആളുകൾ ജനകീയ സമിതികൾ രൂപീകരിച്ച് രംഗത്ത് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഈ ജനങ്ങളുടെ ആവശ്യം മുഴുവൻ നമുക്ക് ഈ റോഡ് 2.5 കിലോമീറ്റർ ഓപ്പൺ ചെയ്തു തരണം. തമിഴ്നാട് സർക്കാർ അതിന് വേണ്ട നടപടിയെടുക്കണം. അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ഇതിന് ശ്രദ്ധ ചെലുത്തണം. ഈ 2.5 കിലോമീറ്ററിൽ നമുക്ക് ഇവിടുത്തെ നിവാസികൾക്ക് പെട്ടെന്ന് ഇടുക്കി തേനി മെഡിക്കൽ കോളേജിലേക്ക് പോകാനും ഇവിടെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുണ്ട്. 28 കിലോമീറ്റർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്കൊരു ആവശ്യമായിട്ട് പോകാനും ഇവിടെ അന്യ സ്ഥലങ്ങളിലേക്ക് പോകാനും
അങ്ങനെ സുപ്രധാനമായ ഒരു വഴിയാണിത്. നമുക്കിത് തുറന്നു തരണമെന്നാണ് ഈ കൂടിയേക്കുന്ന 1-2 അല്ല 1000, 10,000 ആൾക്കാരുടെ ഒരു പ്രതീക്ഷയാണ് ഈ റോഡ്. റോഡ് യാഥാർത്ഥ്യമായാൽ തേനി മെഡിക്കൽ കോളേജിലേക്കും ബോഡി റെയിൽവേ സ്റ്റേഷനിലേക്കും ഹൈറേഞ്ചുകാർക്ക് വേഗത്തിൽ എത്താനാവും. തമിഴ്നാട്ടിൽ നിന്നും ദിവസേന എത്തുന്ന തോട്ടം തൊഴിലാളികൾക്കും ചരക്ക് നീക്കത്തിനും ഇത് ഗുണകരമാകും. ഇടുക്കി രൂപത കാൽനട കുരിശുമല തീർത്ഥാടനത്തിന്റെ ഭാഗമായി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ നേതൃത്വം നൽകിയ കാൽനട തീർത്ഥാടനത്തിൽ 1,00,000-ലധികം വിശ്വാസികൾ എഴുകുംവയൽ കുരിശുമല കയറി. ഇടുക്കി രൂപതയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പാലാ തുടങ്ങിയ രൂപതകളിൽ നിന്നും വൈദികരുടെയും സന്യാസിനികളുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമലയിൽ എത്തിയിരുന്നു. വ്യാഴാഴ്ച വാഴത്തോപ്പ് സെന്റ് ജോർജ് കത്തീഡ്രലിൽ നിന്നും പിതാവ് നേതൃത്വം നൽകിയ കാൽനട തീർത്ഥാടനവും രാജാക്കാട്, വെള്ളയാങ്കുടി, അടിമാലി, മുരിക്കാശ്ശേരി തുടങ്ങിയ വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയ കാൽനട തീർത്ഥാടനവും രാവിലെ 9 മണിക്ക് എഴുകുംവയൽ മലയടിവാരത്ത് എത്തിച്ചേർന്നു. ഇടുക്കി രൂപതയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പാലാ തുടങ്ങിയ രൂപതകളിൽ നിന്നും വൈദികരുടെയും സന്യാസിനികളുടെയും നേതൃത്വത്തിൽ വിശ്വാസികൾ കുരിശുമലയിൽ എത്തി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി മുതൽ നേർച്ചക്കഞ്ഞി തയ്യാറാക്കുന്ന വോളണ്ടിയേഴ്സ് മലമുകളിൽ സജീവമായിരുന്നു. കുടിവെള്ളം, പാർക്കിംഗ് സൗകര്യം, ഗതാഗത നിയന്ത്രണം ഇവയെല്ലാം ഒരുക്കിയിരുന്നു. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയുടെയും കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെയും ഇടവക പാലിയേറ്റീവ് കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ ടീമും സജ്ജമായിരുന്നു. ദുഃഖവെള്ളിയാഴ്ച കട്ടപ്പനയിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്നും കുരിശുമലയിലേക്ക് KSRTCയും സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തും. ജനവാസ മേഖലയിൽ സ്ഥിരം സാന്നിധ്യമായി കാട്ടുപോത്ത്. കുമളിയിലാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിൽ തുടരുന്നത്. കുമളി കൊല്ലംപട്ടണ കുരിശുമല പ്രദേശത്താണ് കാട്ടുപോത്ത് അടിക്കടി എത്തുന്നത്. പകൽ സമയത്തും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതോടെ നാട്ടുകാർ. ജനവാസ മേഖലയിൽ കാട്ടുപോത്തിന്റെ സാന്നിധ്യം സ്ഥിരമായതോടെ നാട്ടുകാർ ഭീതിയിലുമാണ്. പെരിയാർ ടൈഗർ റിസർവിൽ നിന്നുമാണ് കാട്ടുപോത്ത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് കൊല്ലംപട്ടണ കുരിശുമല മേഖല. നാളുകൾക്ക് മുമ്പ് മേഖലയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടവരുത്തിയിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ NREG വർക്കേഴ്സ് യൂണിയൻ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ജില്ലാ സെക്രട്ടറി KP സുമോദ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമം അവസാനിപ്പിക്കുക, ശാസ്ത്രീയമായ ജിയോ ടാഗിംഗ് NMMS ഒഴിവാക്കുക, മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായ കഠിന പ്രവൃത്തി ഒഴിവാക്കുക, കൂലി 600 രൂപയായും തൊഴിൽ ദിനങ്ങൾ 200ആയും വർദ്ധിപ്പിക്കുക, ജോലി സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ എന്ന് നിജപ്പെടുത്തുക, തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുക, മെറ്റീരിയൽസ് വർക്കിന്റെ ടെൻഡർ പഞ്ചായത്തിനെ ഏൽപ്പിക്കുക, നിലവിലെ കൂലിക്കുടിശ്ശിക തീർത്തു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി KP സുമോദ് സമരം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ബോധപൂർവമായ നടപടികളുമായി മുന്നോട്ടു പോകുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് 2005 നിയമമായി പ്രഖ്യാപിച്ചതാണ് തൊഴിലുറപ്പ് പദ്ധതി. ആദ്യം ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതായിരുന്നെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഇപ്പം ഒഴിവാക്കി. ആ പേര് ഒഴിവാക്കിയതുപോലെ ഈ പദ്ധതിയെയും ഒഴിവാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിരന്തരമായി ശ്രമങ്ങൾ നടത്തുക. അങ്ങനെയാണ് ഇപ്പോ അധ്യക്ഷ ഇവിടെ സൂചിപ്പിച്ചു. നേരത്തെ പണി തുടങ്ങുമ്പോൾ ഇല്ലാതിരുന്ന ചില നിയമങ്ങൾ ഇപ്പൊ തൊഴിലാളികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുക. NMMS സംവിധാനം തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ സംവിധാനം കൂടി നമ്മുടെ മേൽ മേറ്റുമാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. ജിയോ ടാഗിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. നമ്മളൊരു പ്രദേശത്ത് ജോലി ആരംഭിച്ചാൽ ഒരു ബോർഡ് സ്ഥാപിച്ച് അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചാൽ പണി കഴിയുമ്പോൾ ജോലി പൂർത്തീകരിക്കും വീണ്ടും അവിടെ എത്താം എന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പ് പണിയുടെ ഒരു പ്രത്യേകത. ഒരു പ്രദേശത്ത് നമ്മൾ പണി ആരംഭിച്ചാൽ ഉദാഹരണത്തിന് റോഡിന്റെ സൈഡിലെ ഓട നിർമ്മാണമോ ഇല്ലെങ്കിൽ കാട് വെട്ടോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ രാവിലെ ആരംഭിച്ചെന്ന് 2 കിലോമീറ്റർ അപ്പുറമായിരിക്കും ജോലി അവസാനിക്കുന്നത്.
ഈ പാവം പിടിച്ച തൊഴിലാളികളെല്ലാം നേരെ തിരിച്ചു വന്ന് വീണ്ടും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടാണ്, ഒരു നിയമമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഏരിയ സെക്രട്ടറി ലിജോ ബി ബേബി, പ്രസിഡന്റ് രാജമ്മ രവി, നേതാക്കളായ വി ജോസ്, ബിന്ദു മധുക്കുട്ടൻ, രമാ മനോഹരൻ, പ്രിയ ജോമോൻ, ബീന സോദരൻ, VG രാധാമണി, KP സജീവ്, ഫൈസൽ ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. ഡാമുകൾക്ക് ചുറ്റുമുള്ള ബഫർ സോൺ തീരുമാനം സർക്കാർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ഉദ്ഘാടനം ചെയ്തു. ബഫർ സോൺ ഉത്തരവിൽ വൈദ്യുതി ബോർഡിന്റെ ഡാമുകളും ഉൾപ്പെട്ടാൽ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. വൈദ്യുതി ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ബഫർ സോൺ പ്രഖ്യാപിച്ച നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് കോൺഗ്രസ് ഇരട്ടിയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം സംഘടിപ്പിച്ചത്. ഉത്തരവ് നടപ്പായാൽ ഇരട്ടിയാർ ടൗൺ പൂർണ്ണമായും ബഫർ സോണിന്റെ പരിധിയിലാകും. ഡാമിന്റെ പരമാവധി ജലനിരപ്പിനുള്ളിൽ പഞ്ചായത്തിലെ 7 വാർഡുകൾ ഉൾപ്പെടും. ഭാവിയിൽ ഇവിടെ നിർമ്മാണം നടത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. ഇരട്ടിയാറിൽ സംഘടിപ്പിച്ച പ്രതീക്ഷിത പരിപാടി DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ജനുവരി മാസം 20-ാം തീയതി ജലവകുപ്പിന്റെ ചെറിയ കുളങ്ങളും ചെക്ക് ഡാമുകളും ടാങ്കുകളും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ 1 കിലോമീറ്റർ മുതൽ 30 മീറ്റർ വരെ ബഫർ സോണായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖനന പ്രവർത്തനങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ കർഷകരെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഉത്തരവാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. നമ്മുടെ ജില്ലയിലെ വ്യാപകമായി ഇറിഗേഷൻ വകുപ്പിന്റെ കുളങ്ങളും ചെറിയ ടാങ്കുകളും ചെക്ക് ഡാമുകളും എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം ചുറ്റും ബഫർ സോൺ വന്നു കഴിഞ്ഞാൽ നാളെ വീട് പണിയാൻ വേണ്ടി മണ്ണ് മാറ്റുന്നതിനോ കല്ല് പൊട്ടിക്കുന്നതിനോ മറ്റും കഴിയാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണം. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകും. ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പന്തംകുളത്തി പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് ഷാജി മുടത്തുമുറി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ്, വിനോദ് നെല്ലിക്കൽ, അജയ് കളത്തുകുന്നേൽ, ജോയി ഒഴുകയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്തരവ് പിൻവലിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. കേരളത്തെ നിയന്ത്രിക്കുന്നത് ലഹരി മാഫിയകളെന്ന് ചാണ്ടി ഉമ്മൻ MLA. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാഞ്ചിയാർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങൾ നടത്തിവരികയാണ്. കാഞ്ചിയാർ 5-6 വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പേരുംകണ്ടത്ത് PT തോമസ് നഗറിലാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ പിന്നോട്ടടിക്കുകയാണ് പിണറായി സർക്കാർ. കേരളത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ലഹരി മാഫിയകളാണ്. ലഹരിക്കെതിരെ പോരാട്ടം ശക്തമാക്കണമെന്നും ചാണ്ടി ഉമ്മൻ MLA കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഡ്രഗ്സിന്റെ കേന്ദ്രമായി കേരളത്തെ മാറ്റി, ഡ്രഗ്സ് ഒരു സൈഡ് ബിസിനസ് ആക്കി മാറ്റി, ഡ്രഗ്സിനെതിരെ സംസാരിച്ചാൽ ഇല്ലാതാക്കുന്ന സാഹചര്യമായി ഇന്ന് മാറിയിരിക്കുന്നു. ഡ്രഗ്സിനെതിരെ പ്രവർത്തിച്ചാൽ നമ്മളെ കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്ക് ഇന്ന് വന്നിരിക്കുന്നു. ഡ്രഗ്സ് ആണ് ഈ നാടിനെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്രഗ്സിന്റെ മാഫിയ കേരളത്തെ നിയന്ത്രിക്കുവാൻ ഇന്ന് കടന്നു വരുമ്പോൾ ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും അപകടത്തിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരണം. ഇവിടെ ഈ വാർഡ് കമ്മിറ്റി കൂടുമ്പോൾ ഇലക്ഷൻ മാത്രമല്ല നമ്മുടെ വിഷയം, ഡ്രഗ്സിനെതിരെയുള്ള കൂടി പോരാട്ടമാക്കി ഇതിനെ മാറ്റണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ വീട്ടിലാണ് അപകടമെത്തിയിരിക്കുന്നത്, നമ്മുടെ വീട്ടുമുറ്റത്താണ് അപകടമെത്തിയിരിക്കുന്നത്. അതിനെതിരെ പോരാടുവാൻ നമ്മൾ തയ്യാറായേ പറ്റത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു തയ്യാറാകലിന് വേണ്ടിയാണ് നമ്മുടെ ഈ കൂടിവരവ്. വാർഡ് പ്രസിഡന്റ് ലിജു മാത്യു അധ്യക്ഷനായി. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, DCC സെക്രട്ടറി സിറിയക് തോമസ്, മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആൽബിൻ മണ്ണഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നേ ഓരോ വാർഡുകളെയും പ്രവർത്തകരെയും സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് കട്ടപ്പന കടമാക്കുഴിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വരുന്ന തെരഞ്ഞെടുപ്പിൽ വാർഡ് തലം മുതൽ മികച്ച വിജയം കൈവരിക്കാൻ ഓരോരുത്തരും സജ്ജമാകണമെന്ന് അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് കട്ടപ്പന കടമാക്കുഴി വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. ഗാന്ധിയൻ ചിന്തകൾക്കും ദർശനങ്ങൾക്കും പ്രചാരം നൽകുവാനും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുന്നതിനും വേണ്ടിയാണ് കുടുംബസംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. കുടുംബസംഗമം ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. വാർഡ് തലം മുതൽ മികച്ച വിജയം നേടി ഉമ്മൻചാണ്ടിയെ പോലൊരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ കൊണ്ടുവരേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സെമിഫൈനലും ജയിക്കണം, സെമിഫൈനൽ ജയിച്ചാലേ ഫൈനൽ ജയിക്കത്തുള്ളൂ. ഇവിടെ കടമാക്കുഴി വാർഡും ജയിക്കണം, നമ്മുടെ പഞ്ചായത്ത് ജയിക്കണം, നമ്മുടെ ബ്ലോക്ക് ജയിക്കണം, അസംബ്ലി ജയിക്കണം. എന്നാലേ നമുക്ക് ഒരു മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടിയുടെ കൂടെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാവത്തുള്ളൂ ഇനി എന്ന് എന്നെ അവസരത്തിൽ സൂചിപ്പിക്കുന്നു.
ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് ഈ വാർഡ് ജയിച്ചില്ലെങ്കിൽ, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ജയിച്ചില്ലെങ്കിൽ, ബ്ലോക്ക് ജയിച്ചില്ലെങ്കിൽ, ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് ജയിച്ചില്ലെങ്കിൽ നമ്മൾ അസംബ്ലി ഇലക്ഷൻ ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള ഈ കുടുംബ സംഗമത്തിൽ മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയത് പ്രത്യേക കാരണം കൊണ്ടാണ്. ഒന്നിന്റെ 100-ാം വർഷം, കോൺഗ്രസ് പ്രസിഡന്റായ 100-ാം വർഷം, ഒപ്പം നമ്മുടെ നാട്ടിൽ വന്നിട്ടും 100-ാം വർഷം. ഗാന്ധി എന്ന പുണ്യപുരുഷൻ നമ്മുടെ നാട്ടിൽ വന്നിട്ട് 100-ാം വർഷമാണ്. ഗാന്ധി ഗുരുദേവനെ കണ്ടിട്ട് 100-ാം വർഷം, അതിനുശേഷം കോട്ടയത്ത് വന്നു 100-ാം വർഷം. അതിന്റെ പരിപാടിയിൽ മുതിർന്ന പ്രവർത്തകരെയും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ അനുമോദിച്ചു. വാർഡ് പ്രസിഡന്റ് സാബു കുര്യൻ അധ്യക്ഷനായി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, നേതാക്കളായ ജോണി കുളമ്പള്ളി, അഡ്വക്കേറ്റ് KJ ബെന്നി, അഡ്വക്കേറ്റ് സിറിയക് തോമസ്, ബീന ടോമി തുടങ്ങിയവർ പങ്കെടുത്തു. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റ് അടുത്ത മാസം 1 മുതൽ 10 വരെ നടക്കും. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളുടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നുവെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു. ഏറെ വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അടിമാലി ഫെസ്റ്റിന് കളമൊരുങ്ങുകയാണ്. ഇത്തവണത്തെ അടിമാലി ഫെസ്റ്റ് അടുത്ത മാസം 1 മുതൽ 10 വരെ നടക്കും. കഴിഞ്ഞ ഡിസംബറിൽ ഫെസ്റ്റ് നടത്താൻ തീരുമാനം കൈക്കൊണ്ടിരുന്നെങ്കിലും ഫെസ്റ്റ് നഗരിയുമായി ബന്ധപ്പെട്ടുണ്ടായ സാങ്കേതിക തടസ്സത്താൽ ഫെസ്റ്റ് നടത്തിപ്പ് നീളുകയായിരുന്നു. ഫെസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അടിമാലി ഗ്രാമപഞ്ചായത്തിൽ യോഗവും ചേർന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. വിൽപ്പന, പ്രദർശന സ്റ്റാളുകൾ ഉൾപ്പെടെ ഒരുക്കി കലാപരിപാടികളുടെ വിപുലമായ രീതിയിൽ ഫെസ്റ്റ് നടത്തുവാനാണ് തീരുമാനമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പ്രിയമുള്ളവരെ, അടിമാലിയുടെ ഉത്സവമായ അടിമാലി ഫെസ്റ്റ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നമ്മുടെ നാടിൻ്റെ ഐക്യവും സഹോദര്യവും സ്നേഹവും എല്ലാം നിലനിർത്തുന്ന നമ്മുടെ ഫെസ്റ്റ് അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ മെയ് 1 മുതൽ 11 വരെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് അത് ആലോചനാ യോഗത്തിൽ തീരുമാനമായത്. നമ്മുടെ മേഖലയിലെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിൽ മെയ് 1 മുതൽ 11 വരെ ഫെസ്റ്റ് വളരെ വിപുലമായി സംഘടിപ്പിക്കുവാനും അതോടൊപ്പം തന്നെ നമ്മുടെ സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും തീരുമാനിച്ചു വരും നിങ്ങളെ അറിയിക്കുന്നു. ഈ ഫെസ്റ്റിവല് നമ്മുടെ നാടിൻ്റെ ഉത്സവമാക്കി മാറ്റണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. മുൻകാലങ്ങളിൽ നടന്നിരുന്ന അടിമാലി ഫെസ്റ്റ് അടിമാലിയുടെ വാണിജ്യ മേഖലയ്ക്കുൾപ്പെടെ ഉണർവ് പകർന്നിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറേ നാളുകളായി ഫെസ്റ്റ് നടന്നിരുന്നില്ല. 1992-ലാണ് വിവിധ സാംസ്കാരിക സംഘടനകൾ മുൻകൈയെടുത്ത് ഫെസ്റ്റിന് തുടക്കം കുറിച്ചത്. 2016-ലാണ് ഒടുവിൽ അടിമാലി ഫെസ്റ്റ് നടന്നത്. അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ട് കേന്ദ്രീകരിച്ച് ഫെസ്റ്റ് നടത്താനാണ് തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ അടിമാലിയിൽ അഭിഭാഷകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോടതി നടപടികൾ ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. അടിമാലി ബാർ അസോസിയേഷൻ ഹാളിൽ അഭിഭാഷകർ പ്രതിഷേധ യോഗം ചേർന്നു. കോടതി ഫീസുകൾ വർദ്ധിപ്പിച്ചതിനെതിരെ സംസ്ഥാനത്താകെ അഭിഭാഷകർ നടത്തിയ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കോടതി നടപടികൾ ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. നീതിബോധമുള്ള ആളുകൾ മുഴുവൻ ഈ സംവിധാനത്തെ ഇപ്പോൾ എതിർക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്നത് 400% മുതൽ 900% വരെയാണ് ഫീസ് ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ഒരിക്കലും കോടതി. നീതിന്യായ വ്യവസ്ഥയിൽ ഭരണകൂടത്തിൻ്റെ ഏറ്റവും ശക്തമായ വക്താവായി പ്രവർത്തിക്കേണ്ട ഈ സമൂഹം അത് നമ്മളെ ഉച്ചാടനം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ നമുക്ക് സ്ഥിതിഗതികൾ കാണുന്നത്. ഒരു ലാഭ നിർമ്മാണശാല പോലെ ഒരിക്കലും പ്രോഫിറ്റീറിംഗ് മോട്ടീവോട് കൂടി നീതിപീഠത്തെ നമുക്ക് തരം താഴ്ത്തുവാനായിട്ട് അനുവാദമില്ല. നീതിബോധത്തെയും ഭരണ സംവിധാനത്തിൻ്റെ അധികാര കൈകളിലൂടെ നീതിന്യായ വ്യവസ്ഥയെയും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നാം കണ്ടുവരുന്നത്. അതിനെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് അടിമാലിയിലെ മുഴുവൻ അഭിഭാഷകരും കേരളത്തിലെ മറ്റ് സംസ്ഥാന ഭാഗങ്ങളിലെല്ലാം നടക്കുന്ന പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അടിമാലി ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർ പ്രതിഷേധ യോഗം ചേർന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ, സെക്രട്ടറി സാലുമോൻ, അഡ്വക്കേറ്റ് മാർട്ടിൻ ദാസ്, വി ജെയിംസ്, പ്രവീൺ കെ ജോർജ്, ആദർശ് കെ ജോർജ്, ബാർ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റജി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു.
മലയോര ഹൈവേയുടെ ഭാഗമായി കട്ടപ്പന 20 ഏക്കർ റോഡിൽ നിർമ്മിച്ച കലുങ്ക് കാൽനട യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കലുങ്കിലേക്ക് വെള്ളമിറങ്ങുന്ന ഭാഗം മൂടാത്തതാണ് ഭീഷണിക്ക് കാരണം. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി കട്ടപ്പന 20 ഏക്കറിൽ നിർമ്മിച്ച കലുങ്കാണ് ഭീഷണി സൃഷ്ടിക്കുന്നത്. കലുങ്ക് നിർമ്മിച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ടും കലുങ്കിന്റെ കുഴി അടച്ചിട്ടില്ല. ഒരുപാട് ആൾക്കാർ വരുന്നതാണ്. ഇതൊരു മെഡിക്കൽ സ്റ്റോറാണ്. ഈ മെഡിക്കൽ സ്റ്റോർ എന്ന് വെച്ചാൽ ജനറൽ മെഡിക്കൽ സ്റ്റോറാണ്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് മരുന്ന് മേടിക്കാൻ വേണ്ടി. അവർ വന്നിട്ട് ഒരാൾക്ക് എല്ലാവരും വയ്യാതെ വരുന്ന ആൾക്കാരാണ് മരുന്ന് മേടിക്കാൻ വരുന്നത്. ആരെങ്കിലും ഈ കുഴിക്കത്ത് പോയിട്ട് ആരെങ്കിലും സമാധാനം പറയുമോ? PW ആരെങ്കിലും പറയുമോ ഉത്തരവാദിത്തം? ആരും പറയാമല്ലോ. ഇതൊന്നും നടത്തി തരേണ്ട PW ഉത്തരവാദിത്തമല്ലേ? ഇത് വേറെ ആറ് ഉത്തരവാദിത്തമാണ്? താലൂക്ക് ആശുപത്രിയിലേക്കടക്കം നിരവധി ആളുകൾ എത്തുന്ന സ്ഥലമാണ് 20 ഏക്കർ. ആശുപത്രിയിൽ എത്തുന്നവരും നിരവധി വിദ്യാർത്ഥികളും ഈ കലുങ്കിന് സമീപമാണ് ബസ് കാത്തു നിൽക്കുന്നത്. കൂടാതെ കലുങ്കിന് സമീപത്തായി മെഡിക്കൽ സ്റ്റോറും സ്ഥിതി ചെയ്യുന്നുണ്ട്. പ്രായമായവരടക്കം ഗർത്തത്തിന് സമീപത്തു കൂടിയാണ് നടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിലാണ് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. കട്ടപ്പന അമ്പലക്കവല നാഷണൽ ലൈബ്രറിയുടെ 43ാമത് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമായി. സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തു. 1982 ഏപ്രിൽ 11 പ്രവർത്തനം ആരംഭിച്ച അമ്പലക്കവല നാഷണൽ ലൈബ്രറിയുടെ 43ാമത് വാർഷിക ആഘോഷമാണ് സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് പുസ്തകമുള്ള ജില്ലയിൽ അറിയപ്പെടുന്ന വായനശാലകളിൽ ഒന്നായി അമ്പലക്കവല ലൈബ്രറി മാറി. വാർഷികാഘോഷം കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. അന്ന് നമുക്ക് ഇവിടെ ഒരു ലൈബ്രറി എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു ആവേശത്തോടു കൂടിയാണ് നമ്മൾ അതിന് രൂപം കൊടുത്തത്. കാരണം നമുക്ക് വേറെ ഏതെങ്കിലും തരത്തിൽ ഒരുമിച്ച് കൂടുന്നതിനുള്ള വേദികളൊന്നും നമുക്ക് വേറെ ഉണ്ടായിരുന്നില്ല. വേദികളോ സ്ഥാപനങ്ങളോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ലൈബ്രറി, ഗ്രാമീണ ലൈബ്രറി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വളരെ ഒരു സന്തോഷത്തോടു കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വൈകുന്നേരങ്ങളിൽ ഞായറാഴ്ചകളിലും ഒക്കെ ഭയങ്കര തിരക്കാണ്. കാരണം ലൈബ്രറിയിൽ നിരവധി പരിപാടികളുണ്ട്. അപ്പം അതുകൊണ്ട് വായനക്കാരുണ്ട്, പുസ്തകമുണ്ട്, നാട്ടിൽ നിന്നൊക്കെ പുസ്തകമൊക്കെ കളക്ട് ചെയ്ത് ഇതെല്ലാം. അതോടൊപ്പം തന്നെ ഓണാഘോഷ പരിപാടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഇതുപോലെ ഗ്രാമീണ തലത്തിൽ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഓണാഘോഷ പരിപാടി നടത്തുന്ന വേറൊരു ലൈബ്രറി നമ്മുടെ ഈ പരിസരത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അത്രയും നമുക്ക് ആളുകളുടെ ഇടയിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരു ആളുകളുടെ ഒരു പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് പോകാനായിട്ട് കഴിഞ്ഞ ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി പ്രസിഡന്റ് PC ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സിബി പാറപ്പായി മുഖ്യപ്രഭാഷണം നടത്തി. കട്ടപ്പന പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം, നഗരസഭാ കൗൺസിലർമാരായ സോണിയ GB, PJ ജോൺ, ലൈബ്രറി സെക്രട്ടറി TB ശശി, കലാസാഹിത്യവേദി പ്രസിഡന്റ് തോമസ് ജോസഫ്, ലീലാമ്മ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. കട്ടപ്പന നഗരസഭ കൊച്ചുതോവാള പൂവേഴ്സ് മൗണ്ട് റോഡിന്റെ നവീകരണം പൂർത്തിയാക്കി തുറന്നു നൽകി. 18 ലക്ഷം രൂപ മുടക്കിയാണ് റോഡിന്റെ നവീകരണം നടത്തിയത്. വാർഡ് കൗൺസിലർ സിബി പാർപ്പായി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 2023-24, 2024-25 വാർഷിക പദ്ധതികളിലായി 2 ഘട്ടമായി പൂർത്തീകരിച്ച റോഡ് പൊതുജനങ്ങൾക്കായി തുറന്നു നൽകി. 11 ലക്ഷവും 7 ലക്ഷം രൂപയും ഉപയോഗിച്ച 2 ഭാഗങ്ങളിലായിട്ടാണ് നവീകരണം നടത്തിയത്. ഗതാഗത യോഗ്യമായ റോഡിന്റെ ഉദ്ഘാടനം വാർഡ് കൗൺസിലർ സിബി പാർപ്പായി നിർവഹിച്ചു. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ 2023-24, 24-25 2 സാമ്പത്തിക വർഷത്തെ പദ്ധതികളിൽപ്പെടുത്തി 11 ലക്ഷം രൂപ കൊണ്ട് താഴത്ത് വശവും 7 ലക്ഷം രൂപ കൊണ്ട് ഇപ്പം മോള് വശവും അങ്ങനെ ഉൾപ്പെടെ 18 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് ഇന്ന് നമ്മൾ ഈ റോഡ് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുകയാണ്. ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയത്തക്കതായിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്കറിയാം, ഈ റോഡിന്റെ ആദ്യഘട്ട നിർമ്മാണം നമ്മൾ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും 2ാം ഘട്ടം ഇവിടുന്ന് താഴേക്കുള്ള ഭാഗം വളരെ മോശമായി കിടക്കുകയായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ ആളുകളുടെ യാത്രാ ക്ലേശം വളരെ വലുതാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും തുക മുടക്കി നമ്മൾ ഇന്ന് നഗരസഭയിൽ നിന്നും ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനിയും ഇതിന്റെ താഴത്ത് വശം ഒരു പാലംപൊട്ടിക്കാരുടെ ആ ഭാഗം ഒരു 128 മീറ്റർ കൂടി കോൺക്രീറ്റ് ചെയ്ത് പണി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ആ പണികൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി 2025 ഈ വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തതും പ്രകാരം 6 ലക്ഷം രൂപ കൂടി വേണം. ആ 6 ലക്ഷം രൂപ 2025-26 വർഷത്തെ പദ്ധതിയിൽപ്പെടുത്തി അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം തന്നെ നടക്കും എന്നുള്ള കാര്യവും ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. റോഡിന് 128 മീറ്റർ ദുർഘടമായി കിടക്കുകയാണ്. അതിനായി ഈ വർഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 ലക്ഷം രൂപ അനുവദിച്ചു. അടുത്ത മാസം തന്നെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം മേഖലയിലെ കുടിവെള്ള പദ്ധതിക്കായി 4 ലക്ഷം രൂപ അനുവദിച്ചു. മോട്ടോറും പൈപ്പുകളും ഇറക്കി ഉടൻ തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും സിബി പാറപ്പായി വ്യക്തമാക്കി. കൊച്ചുതോവാള പൂവേഴ്സ് മൗണ്ട് റോഡ് നാളുകളെ തകർന്നു കിടക്കുകയായിരുന്നു. മിച്ചമുള്ള 128 മീറ്റർ കൂടി പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ നാളുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്.
റോഡിന്റെ ഉദ്ഘാടന യോഗത്തിന് ജോസ് ഏത്തക്കാട്ട്, അനിൽകുമാർ മങ്ങാട്ടുകാവിൽ, രതീഷ് ഒരുപ്പുകാട്ട, ഓമനാവാഴിയിൽ, മനോജ് ഇല്ലിമൂട്ടിൽ, മനോജ് തുണ്ടത്തിൽ, ജേക്കബ് ഊര്യാക്കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവന സെന്റ് ജോൺ CSI ചർച്ച് സൺഡേ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവന്ന VBS ക്ലാസുകൾ സമാപിച്ചു. VBSന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ക്ലാസും സെമിനാറും ലഹരിവിരുദ്ധ റാലിയും നടത്തി. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. 5 ദിവസങ്ങളിലായാണ് സെന്റ് ജോൺ CSI ദേവാലയത്തിൽ VBS ക്ലാസുകൾ നടന്നത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം സമൂഹം നേരിടുന്ന വിപത്തുകളെപ്പറ്റി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം ക്ലാസ് നയിച്ചു. ഞാൻ ഇടിമുഴക്കത്തിന്റെ ഒരു ധ്വനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ ഇടിമുഴക്കത്തിന്റെ ധ്വനി മരിക്കുന്നത് വരെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ തറച്ചു നിൽക്കണമെന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. എന്താണെന്നറിയാമോ? ആ ഇടിമുഴക്കത്തിന്റെ ധ്വനി ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധവും പരിമളവുമായി കാത്തു സൂക്ഷിക്കും. ഞാൻ പറഞ്ഞേ, ഞാൻ എന്റെ ശരീരത്തെയും മനസ്സിനെയും പരിശുദ്ധവും പരിമളവുമായി കാത്തുസൂക്ഷിക്കും. 100ഓളം കുട്ടികൾ VBSൽ പങ്കെടുത്തു. റവറന്റ് ഡോക്ടർ ബിനോയ് ജേക്കബ് അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള മാനുഷിക മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒന്നാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കുഞ്ഞുങ്ങളുടെ മാനസികാവസ്ഥയിലാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇന്ന് മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ടുള്ള കുടുംബങ്ങളുടെ ഏറിയ പങ്കും ഇന്ന് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം കൊണ്ടാണ് കുടുംബസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. തുടർന്ന് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ അബ്ദുൾ സലാം ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജോണി ചീരാങ്കുന്നേൽ, കുരുവിള കിഴക്കേൽ തുടങ്ങിയവർ സംസാരിച്ചു. സൺഡേ സ്കൂൾ സൂപ്രണ്ട് സിനോയി എബ്രഹാം, VBS ഡയറക്ടർ എബിൻ മോനു, സൺഡേ സ്കൂൾ സെക്രട്ടറി ബിൻസി അലക്സ്, യുവജന പ്രസ്ഥാനം സെക്രട്ടറി നിതിൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. വിദേശ മലയാളി കൂട്ടായ്മയായ ഇസ്രായേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ലുമിനാരി മാഗസിന്റെ പ്രകാശനം നടന്നു. ഭാഷാ അധ്യാപകനും നിരൂപകനുമായ ജ്യോതിസ് S പ്രകാശന കർമ്മം നിർവഹിച്ചു. പിറന്ന നാടിനെയും ബന്ധുജനങ്ങളെയും വിട്ട് മറുനാട്ടിൽ വിയർപ്പൊഴുക്കുന്ന പ്രവാസികളുടെ സർഗാത്മക കഴിവുകളെ പുറം ലോകത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ മലയാളി ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ലുമിനാരി എന്ന പേരിൽ മാഗസിൻ പുറത്തിറക്കിയത്. സ്വപ്നങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും ഭാരം പേറിയുള്ള യാത്രക്കിടയിൽ പ്രവാസികളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും നിറം പകരുക എന്നതാണ് ലുമിനാരിയുടെ ധർമ്മം. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ച ലുമിനാരി മാഗസിന്റെ പ്രകാശനം ഭാഷാ അധ്യാപകനും നിരൂപകനുമായ ജ്യോതിസ് S നിർവഹിച്ചു. ഇസ്രായേലിന്റെ തീക്ഷ്ണമായ ജീവിത യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളുടെ ജീവിതങ്ങളെയും സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ എഴുതി ചേർത്ത, അല്ലെങ്കിൽ അതൊക്കെ വരച്ചു ചേർത്ത, ജീവിതത്തിന് നിറം നൽകുന്ന, അല്ലെങ്കിൽ നിറം കെട്ടുപോയേക്കാവുന്ന ജീവിത സാഹചര്യങ്ങളെ അതിനെ വർണ്ണാഭമാക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക്, അതിലൂടെ അതിൻ്റെ തുടർ പ്രവർത്തനമായി സംഭവിക്കുന്ന ഈ ലുമിനാരി എന്ന് പറയുന്ന മാസികയ്ക്ക് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒക്കെ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെ, നിങ്ങളുടെ ആശീർവാദത്തോടെ ഈ മാസികയെ വളരെ ഔപചാരികമായി, വളരെ ഔദ്യോഗികമായി പ്രകാശന കർമ്മം നിർവഹിക്കാൻ കിട്ടിയ ഭാഗ്യം ഞാൻ ഉപയോഗിച്ചതായി അറിയിക്കുന്നു. മാഗസിൻ ചീഫ് എഡിറ്റർ വിജിൽ ടോമി അധ്യക്ഷനായിരുന്നു. പ്രശസ്ത സിനിമാ താരവും ദേശീയ അവാർഡ് ജേതാവുമായ സുരഭി ലക്ഷ്മി, എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ സൽജി ഇട്ടിത്തോപ്പ്, മിനി പുളിക്കൽ, ഷിബു കുര്യാക്കോസ്, സാഹിത്യപ്രവർത്തകരായ ജിജി ജോൺ, സജി മാമ്പള്ളിൽ, ശ്രുതി നിർമ്മൽ, ആഷ്മി ജോസ്, നീതുമോൾ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. വരയാടുകളുടെയും നീലക്കുറിഞ്ഞുകളുടെയും ആവാസ കേന്ദ്രമായ ഇരവികുളം ദേശീയോദ്യാനത്തിന് 50 വയസ്സ്. 1975 മാർച്ച് 31 ആനമുടിയും ചുറ്റുമുള്ള പ്രദേശങ്ങളും ഉൾപ്പെടുന്ന പ്രദേശത്തെ വന്യജീവി സങ്കേതമായി ഇരവികുളത്തെ സർക്കാർ പ്രഖ്യാപിച്ചത്. 1978 ഇരവികുളം സംസ്ഥാനത്തെ ആദ്യ ദേശീയ ഉദ്യാനമായി.
97 ചതുരശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ വിസ്തീർണം. ഈ പ്രദേശം പണ്ടുകാലത്ത് തേയില വ്യവസായത്തിനെത്തിയ ഇംഗ്ലീഷുകാരുടെ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1895 ഈ പ്രദേശം ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത പ്രദേശത്തിന്റെ പ്രത്യേകത കണക്കിലെടുത്ത് 1975 വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കുകയായിരുന്നു. വംശനാശ ഭീഷണി നേരിടുന്നതും ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതുമായ വരയാട്, സിംഹവാലൻ കുരങ്ങ്, മാൻ, കാട്ടുപോത്ത്, കടുവ, പുലി എന്നിവയും 15ലധികം തരത്തിലുള്ള നീലക്കുറിഞ്ഞികളും മറ്റ് അപൂർവ സസ്യജാലങ്ങളും നിറഞ്ഞതാണ് ഇരവികുളം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളത്താണ്. പാൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങൾ ഇരവികുളത്തിന്റെ പ്രത്യേകതയാണ്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റം സേലക്കാലയിലെ വിവരം. ആകലോട്ട് 180, വിൽപ്പനയ്ക്ക് വന്നത് 42,052. വിൽപ്പന നടന്നത് 40,110. കൂടിവില 2,916, ശരാശരി വില 2,466. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 8,745 രൂപ, വെള്ളി 108. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഉപ്പുതറ 9 ഏക്കറിൽ ആത്മഹത്യ ചെയ്ത 4-അംഗ കുടുംബത്തിന്റെ സംസ്കാരം നടന്നു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത് ഉച്ചയ്ക്ക് ശേഷം. മരിച്ച രേഷ്മ ഗർഭിണിയായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ പ്രാഥമിക നിഗമനം. കട്ടപ്പനയിൽ റൂറൽ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി നീതിക്കായി മനുഷ്യാവകാശ കമ്മീഷന് മുമ്പിൽ ഹാജരായി. പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നാരോപിച്ച് സാബുവിന്റെ കുടുംബം മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകിയിരുന്നു. അടിമാലിയിൽ വ്യാപാരിയെ വീട്ടിലാക്കി കേരള ബാങ്കിന്റെ ജപ്തി നടപടി. ബാങ്ക് അധികൃതർ എത്തി കടയ്ക്ക് പൂട്ടിട്ടതോടെ പ്രതിസന്ധിയിലായത് അടിമാലിയിൽ പഴം വ്യാപാരം നടത്തുന്ന ആലുവ സ്വദേശി അക്ബർ. ഇടുക്കി തമിഴ്നാടുമായി കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന നെടുങ്കണ്ടം തേവാരംമെട്ട തേവാരം പാത പുനർനിർമ്മിക്കണമെന്ന ആവശ്യം വീണ്ടും ശക്തം. ഇനി നിർമ്മിക്കാനുള്ളത് തമിഴ്നാട് വനമേഖലയിലെ 3.5 കിലോമീറ്റർ റോഡ് ഉടൻ യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ഇരു സംസ്ഥാനങ്ങളിലും അതിർത്തി മേഖലയിൽ താമസിക്കുന്നവർ ചേർന്ന് ജനകീയ സമിതിക്ക് രൂപം നൽകി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.